ഇവരെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടൗൺഷിപ്പ് അവിടെ പൂർത്തിയാകുന്നുണ്ട്. വിപിൻ സി വിജയൻ അതിൻ്റെ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരും. വിപിൻ, നമുക്ക് ഒരു കൊല്ലം തികയുന്ന ഇവളിൽ ഉള്ളുലയുന്ന വാർത്തകൾ മാത്രമേ നമുക്കിവിടെ ഈ മുണ്ടക്കൈ, ചുരൽമല, വെള്ളാർമല ഈ ഭാഗത്തു നിന്നൊക്കെ പറയാൻ പറ്റി. പുഞ്ചരിവട്ടം ഈ പറയുന്ന പ്രദേശങ്ങളാകെ തന്നെ നമ്മളെ അല്ല ലോകത്തെ തന്നെ നടുക്കിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ടൗൺഷിപ്പ് വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം എവിടെ വരെയായി? അതേ ഇനി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ പ്രതീക്ഷകളും ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ടൗൺഷിപ്പ് കേന്ദ്രീകരിച്ചാണ്. ഈ ടൗൺഷിപ്പിൻ്റെ മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അത് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ ദുരന്ത ബാധിതരും കാണുന്നത്. 410 വീടുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത് കൽപ്പറ്റ നഗരത്തിനോട് തന്നെ ചേർന്നിട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. 410 വീടുകൾ നിർമ്മിക്കണം. ഈ 410 വീടുകളിൽ ഇതിനോടകം തന്നെ ആദ്യത്തെ മാതൃകാ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ആ വീടാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഈ 30-ന് തന്നെ ആദ്യത്തെ വീടിന്റെ പണി പൂർത്തീകരിക്കുമെന്നുള്ളത് സർക്കാർ പറഞ്ഞിരുന്നു. അതിന്റെ പണി ഇതാ പൂർത്തിയായിട്ടുണ്ട്. അവസാന മിനുക്കുപണികളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ടൈൽസ് ഒക്കെ ഇടുന്നതിന്റെ ജോലികൾ നമുക്ക് ഈ കാണാം. ആ പണികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് ഇവരുടെ ഒരു പുനരധിവാസം എന്നുള്ളവരെയൊക്കെ സംബന്ധിച്ച് കൂടി ഒരു സർക്കാർ പറയുന്ന വ്യക്തത, ഈ ഡിസംബറോട് കൂടി വീടുകളുടെ എല്ലാ പണികളും പൂർത്തീകരിക്കും. ഇവിടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പണികൾ മാത്രമായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ളത്. 5 ഫേസുകളിലായിട്ടാണ് നിർമ്മിക്കുന്നത്. ആദ്യ ഫേസിൽ 140 വീടുകളാണ് ഉള്ളത്. അതിന്റെ ഈ തറയൊരുക്കുന്ന ജോലികളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി മറ്റ് നടപടികൾ കൂടി വരാനുണ്ട്. സാർ, ഇപ്പോൾ ഈ എങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്കുള്ള നടപടി? ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയുടെ അതിൻ്റെ എഞ്ചിനീയറാണ്, ഇതിനുള്ളൊരു നിർമ്മാണ ചുമതലയുള്ള എഞ്ചിനീയറാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നിർമ്മാണം? ഡിസംബറോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമോ? നമുക്ക് മൊത്തം ഈ 7 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ആണ് ഒരു വീട്. ഇതിപ്പോൾ മാതൃകാ വീടാണ്. ഇതേ മോഡലിലാണ് ബാക്കി 450 വീടും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ 120 വീടുകൾ വർക്ക് ഡിഫറൻസ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കാലാവസ്ഥയാണ് ഇപ്പം പ്രതികൂല കാലാവസ്ഥയെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ മാസം ഫസ്റ്റ് വീക്കിൽ പ്ലാൻ ചെയ്തായിരുന്നു. മെയ് 11-ാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. അപ്പോൾ അതിന് ഇടയിൽ കിട്ടുന്ന സമയത്താണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്രയ്ക്ക് മഴ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? അതെ, ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്ക് നടക്കുന്നത് ഇതേ മോഡലിലാണ്. ബാക്കി 450 വീട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5 ഫേസുകളിലാണ് പറഞ്ഞു. അതിലെ ആദ്യത്തെ 5 സോണുകളിലെ ആദ്യത്തെ സോണിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ മൊത്തം 140 വീടാണ്. ഈ 140 വീട്ടിൽ ഇപ്പം 110ഓളം വീടിൻ്റെ ഈ സോണിലും ബാക്കി സോൺ 2, 3-ൽ നമ്മൾ പ്ലോട്ട് ലെവലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏരിയ മൊത്തം കാട് പിടിച്ചെടുക്കുന്ന ഏരിയ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലീനും കാര്യങ്ങളൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ഇവിടെയായിട്ട് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലായിട്ട് എടുത്തിട്ടുള്ളത്? മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം മെയിനായിട്ട് ഈ മഴയുടെ കാരണം ഈ ചളിയും കാര്യങ്ങളൊക്കെ പണിക്കാർ പണി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് ഇപ്പോൾ സപ്പോസ് ഈ ഒരു മെഷീനറി ഇല്ല. നമ്മൾ കോൺക്രീറ്റിൻ്റെ വർക്ക് തന്നെ 1 മണിക്കൂർ ചെയ്യേണ്ട പണിയൊക്കെ 3-4 മണിക്കൂറിലാണ് വണ്ടിയൊക്കെ. ഓക്കെ, അപ്പോൾ ഈ മാതൃകാ വീടിൻ്റെ ഈ ഒരു വീടിൻ്റെ മോഡലിലായിരിക്കും ഇനിയുള്ള എല്ലാ വീടുകളും ഉണ്ടാവുക. 140 വീടുകൾ ആദ്യഘട്ടത്തിൽ ആദ്യ സോണുകളിൽ തന്നെ പൂർത്തിയാക്കും. അപ്പോൾ ഈ മഴ മാത്രം ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. മറ്റെല്ലാ സജ്ജീകരണങ്ങളുമായി തകൃതിയായി തന്നെ ഈ ഒരു ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളത് നമുക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.